ഗൈസ്, ഒരു സിനിമ കാണുന്നത് പോലെ തമിഴ്നാട്ടിൽ ഭരണം വിജയ് കയ്യിലടക്കിടക്കുകയാണ്. വിജയ് ഒരു 2 വർഷം കൊണ്ട് തൻ്റെ പാർട്ടി കുത്തിയെണീപ്പിച്ച് കൊണ്ടുവന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരാളല്ല വിജയ് കുറേ കാലമായിട്ട് ഓരോരോ സിനിമയാണെങ്കിലും അവരുടെ സംസാരമാണെങ്കിലും ഒരു വേദി കിട്ടുമ്പോൾ മൂപ്പരെ പ്രസംഗമാണെങ്കിലും വിജയ് പലതും നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. മൂപ്പരൊരു വലിയൊരു സോഷ്യൽ ലീഡറാണ്, ആൾക്കാരെ നയിക്കാൻ പോകുന്ന ആളാണ്, ഒരുപാട് പ്ലാനുകൾ മനസ്സിലുണ്ട് അദ്ദേഹത്തിൻ്റെ എന്നുള്ള ഒരുപാട് സൂചനകൾ വിജയ് നമുക്ക് മൂപ്പയുടെ പല ഭാഗങ്ങളിലും പല സിനിമയിലും പല പ്രസംഗങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഗൈസ്. എന്നിട്ടൊരിക്കൽ പെട്ടെന്ന് തന്നെ തൻ്റെ പാർട്ടി രൂപീകരിച്ചിട്ട് ജനമനസ്സുകളിലേക്ക് അടിച്ചു കയറുകയാണ് വിജയ് ചെയ്തത്. അതിന് മുന്നേ എത്ര സിനിമകൾ ഇറങ്ങി വിജയുടെ ശരിക്കും വേണമെങ്കിൽ. തമിഴ്നാടിൻ്റെ മനസ്സ് എപ്പോഴും ഒരു സിനിമാ നടൻ്റെ ശരിക്കുള്ള ഒരു അധികാരസ്ഥാനം അവരെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമാ നടന്മാരും സിനിമയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് തമിഴ്നാട് ഇതുവരെ കുറേ ഭരിച്ചിട്ടുള്ളത്. കുറച്ച് കാലമായിട്ടുള്ളൂ ഇപ്പോൾ പാർട്ടി സിനിമാ നടന്മാരല്ലാത്ത ആൾക്കാർ ഭരണം കയ്യിലാക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ തമിഴ്നാടിൻ്റെ ശരിക്കുള്ള പൾസ് മനസ്സിലാക്കിയിട്ട് വിജയ് ശരിക്കും ഒരു മൂവ്മെൻ്റ് തന്നെ അവിടെ നടത്തി. എല്ലാവരും മനസ്സിൽ പോയിട്ട് ശരിക്കും ഒരുപാട് മറ്റുള്ള പാർട്ടികൾ ചെയ്യുന്ന ഒരുപാട് തെറ്റായ കാര്യങ്ങളും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പല സൗജന്യപരമായിട്ട് പല സാധനങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിജയ് പുറത്തേക്ക് തുറന്ന് കാട്ടി. അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് മനസ്സിലായി ഇപ്പോൾ ഈ ഫ്രീ കിട്ടുന്ന പല സാധനങ്ങളും അവരുടെ നികുതി പണം കൊണ്ട് അവർക്ക് കൊടുക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ ഇത്ര ഒരാൾ ഈ ആൾക്കാർ നമ്മളെ പറ്റിക്കുകയാണ് എന്ന് അവർ മനസ്സിലാക്കി ഗൈസ്. അതുകൊണ്ടുള്ളൊരു വെറുപ്പടക്കമുണ്ട് ആൾക്കാരുടെ മനസ്സിൽ. അതൊക്കെ ഒരു വോട്ടായിട്ട് വന്നു. പിന്നെ ഇവർ സോഷ്യൽ മീഡിയാസ് അതേപോലെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ അഗ്രഗണ്യന്മാരാണ്. ഇവരിത് പല ആൾക്കാരും ഇതിനായിട്ട് നല്ല വിവരം ഉണ്ടായതുകൊണ്ട് തന്നെ സകല ആൾക്കാരുടെ ഇടയ്ക്കും പാർട്ടിയും പാർട്ടി ആശയങ്ങളും വിജയുടെ ആശയങ്ങളും വിജയുടെ രീതികളും അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു വിജയം പെട്ടെന്ന് തന്നെ വിജയ് പോലുള്ള ഒരാൾക്ക് കിട്ടിയത്. പക്ഷേ നാടിൻ്റെ ശരിക്കും പൾസ് അറിയാവുന്ന ഒരാൾ തന്നെയാണ് വിജയ് കേട്ടോ. അത് തമിഴ്നാടിനെ ശരിക്കും ഭരിക്കാൻ കെൽപ്പുള്ള ഒരാളാണ്, കമാൻഡിങ് പവറുള്ള ഒരാളാണ് വിജയ്. പക്ഷേ ഒന്ന് മാത്രമാണ് വിജയ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ സ്വന്തം കൂടെ നിൽക്കുന്നവരായിരിക്കും എപ്പോഴും ആപ്പ് വയ്ക്കുക. പിന്നെ സ്വന്തം കൂടെ നിൽക്കുന്ന പെൺപിള്ളയും തൃശ്ശേനെ മാറ്റി നിർത്തിയാൽ ഏറ്റവും ബെസ്റ്റ് ആവട്ടോ. അല്ലെങ്കിൽ അവളെ കല്യാണം കഴിക്കണം എന്നാൽ മാത്രമാണ് വിജയ്ക്കൊപ്പം തൃശ്ശയ്ക്ക് സ്ഥാനമുള്ളൂ. അല്ലെങ്കിൽ ഗോസിപ്പും ഓരോരോ കഥകളൊക്കെ മെനഞ്ഞിട്ട് ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും. അത് സത്യമാണ്. പിന്നെ വിജയ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രസംഗത്തിൽ, അവിടെ ഒരു പാർട്ടിക്കാർ, ഇവിടെ ഒരു കൂട്ടാൾക്കാർ, ഇവിടെ ഒരു കൂട്ടാൾക്കാർ ചർച്ച ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അതൊന്നും ഇവിടെ നടക്കില്ല എന്ന്. കാരണം അതുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം വിജയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞത്. അങ്ങനത്തെ ഒരാൾക്കാർ മൂപ്പരെ പാർട്ടിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് മൂപ്പര് തുറന്നു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധ്യത വലുതാണ്. കാരണം വിജയുടെ ഒരു നേതൃത്വത്തിലാണ് ഫുൾ പാർട്ടി പോകുന്നത്. അപ്പോൾ സ്വന്തം താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് ഓക്കെ, നമ്മൾ മന്ത്രിയായി, നമ്മുടെ പിന്നാലെ ആൾക്കാരുണ്ട്, പവർ കൈ കിട്ടി, പണം കൈ കിട്ടി, പൈസ വരുന്നുണ്ട്, ഒരുപാട് ഡീലിംഗ് നടത്താൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പലതും ചെയ്യണം എന്നുള്ളത് ചെയ്യാൻ തോന്നുന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ആ പ്രസംഗത്തിലൂടെ മൂപ്പര് ഒതുക്കി വെച്ചു. എന്നിട്ട് എല്ലാം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് മനസ്സിലുള്ള കാര്യം മനസ്സിൽ വെച്ചിട്ട് വിജയ് പറഞ്ഞ പോലെ കേട്ടിട്ട് അവിടെ ഭരിക്കുക. അതാണ് അവസ്ഥ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളും എങ്ങനെ ഭരിക്കും, എന്തൊക്കെയാണ് നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സത്യം പറയാൻ അതുകൊണ്ട് കുറേ ഇമ്പാക്റ്റുകളും കുറേ നടപടികളും അതിനനുസരിച്ചുള്ള റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ വരാൻ കിടക്കുന്നുണ്ട് എല്ലാവർക്കും. എന്തായാലും നമ്മൾ വിജയുടെ ഭരണവും എല്ലാം നമുക്ക് കാണാൻ അവസരമുണ്ട്.